എടാ അബി, എന്റെ അച്ഛൻ പൗലോസിനെ ഒരു ഒപ്പിട്ടടാ. അത്യാവശ്യമാണോ? എന്തുവാട് കൊറേ അതൊക്കെ ഉണ്ട്, നീ ഇപ്പിട്. അത്യാവശ്യമായിട്ടല്ലോ. നീ പൈസ വെക്ക്. ഇതാ പൈസ. നിനക്ക് ഒപ്പ് വേണ്ടേ? ഓക്കേടാ. നൈസൊരു സ്കീം ഒത്തു വന്നിട്ടുണ്ട്. നല്ല പൈസ കിട്ടുന്ന പരിപാടിയാടാ. അതും സ്കീമാ? അതൊക്കെ ഉണ്ട്, നീ ഒന്ന് ഒപ്പിട്ട് തന്നാ മതി. പൈസ കിട്ടുമല്ലോ? അതൊക്കെ കിട്ടും. ഇപ്പൊ നമ്മള് കാണാൻ പോണ ആ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളി തുടങ്ങുമ്പോ വെറും വട്ട പൂജയായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിനെ നോക്ക്. അടി പിടി കൊട്ടേഷൻ റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ട് നീ കണ്ടറിഞ്ഞ് നിന്നോളാം. പ്രശ്നമാവൂ? അതൊന്നുമില്ല, നീ ഒപ്പിട്ട് തന്നാ മതി. നീ വാ. உனக்கிட்டலாம் எவ்வளோ வாட்டி சொல்லணும்? இனிமே உனக்கெல்லாம் சான்ஸே கிடையாது தம்பி. என்ன ஆஷர், இவனானோ நீ பறஞ்ச ஆள்? எல்லாமே சொல்லிட்டியா? இவன் செய்யும். இதுதான் கையெழுத்து. டுமாரோ 3 o'clock இங்கே முடிக்கலாமா? കാശ്. അപ്പൊ പേയ്മെന്റ്? இதில் ஏதாவது மிஸ்டேக் பண்ணா தம்பி, உன் குடும்பம், உன் பாவி ஆஷர் தெரியும்ல? சரி, நாளைக்கு வா. ഇന്ന് ബാങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു ചെക്ക് കേസ് കണ്ടുപിടിച്ചു, അപ്പം തന്നെ പോലീസിനെ ഏൽപ്പിച്ചു. അവന്മാരൊന്നും ഇനി പുറം ലോകം കാണില്ല. ഹോ, ഇതിപ്പോ കൊറേ പ്രാവശ്യം ആയല്ലോ. ഇവനൊക്കെ പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. സാറേ കാശ് സാറ് വെച്ചോ സാറേ, എന്നെ ഒഴിവാക്കി തന്നെ സാറേ. സാറേ എന്നെ ഒഴിവാക്കി തന്നെ സാറേ. என்ன உன்னை ஒழிவாக்கணுமா? വത്തം. സാറ് പൈസ വെച്ചോ സാറേ, പ്ലീസ് സാറേ, എന്നെ ഒന്നും ഒഴിവാക്കി തരണം സാറേ. സാറേ പ്ലീസ്, അറിയാതെ വിട്ടുപോയതാ സാർ പ്ലീസ് സാർ. എനിക്ക് അറിയില്ലായിരുന്നു സാർ ഇത്ര പ്രശ്നമാകുന്നു. தம்பி பாவம் செல்லம். இந்த பணத்தை நான் வச்சுக்கிறேன், ஆனா നീ ഇതാ എങ്ക കൈയെഴുത്ത് പോട പോറ. சரியா? പ്ലീസ് സാർ, എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ സാർ. എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര പ്രശ്നമാകുന്നു സാർ. പ്ലീസ് സാർ. ஒத்த மாவனே, என்ன நினைச்சா நீ? உன்னோடு நான் நேத்தே கேட்டேன், செய்ய முடியுமா? அப்போ நீ என்ன சொன்ன? பைசா கொடுங்கோ எல்லாம் ஓகே. என்னடா ஏமாத்த பாக்குறியா? இந்த கையெழுத்து நீதான் போட போற. ഓക്കെ സാർ. അവന്മാരൊന്നും ഇനി പുറം ലോകം കാണില്ല.
ഇവനൊക്കെ പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. டேட் வந்து நான் போடுமா? ஹலோ சார், சௌக்கியம்தான். 10 லட்சம் தானே, நான் பார்த்துக்கிறேன் சார். ஹாஃப் அன் ஹவர் டைம் கொடுங்க சார், நான் பார்த்துக்கிறேன். ஆமாம் சார், ஆமாம் அதுதான், நான் பார்த்துக்கிறேன், நீங்கள் கவலைப்படாதுங்க சார். ஆமாம், ப்ராப்ளம் ஒன்றும் கிடையாது சார். டேய் இங்கே வா, இந்த பணத்தை 4:30க்குள்ளே பேங்கில் நடு. ம், ஓகே சார், நோ ப்ராப்ளம். ஆமாம் சார். ம் 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 இல்லை சார், ஒரு பிரச்சனை இல்லை, 10 ലക്ഷം ഓക്കെ தான். ഡീ ഇന്നും വന്നടി ഒരു ഫേക്ക് ചെക്കുകാരൻ. മിസ്റ്റർ ജോസഫ് ജോർജിന്റെ ആയിരുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട് ആയിരുന്നു. ഒരുത്തൻ 10 ലക്ഷത്തിന്റെ ചെക്കായിട്ടാ വന്നേ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ഫോർജറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെന്താ പറ്റിയേ? ഒക്കെ പക്കയായിരുന്നു. പക്ഷേ അവൻ ഇട്ട് വന്നപ്പോൾ ഒരു 0 കൂടി പോയി. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞേ എല്ലാം ഫേക്കാണെന്ന്. അവനെ അപ്പം തന്നെ പൊക്കി. ഏതോ വലിയ റാക്കറ്റ് ആയിരുന്നു. എല്ലാവരെയും പൊക്കിയിട്ടുണ്ട്. അവനൊന്നും ഇനി പുറം ലോകം കാണില്ല. അമ്മാതിരി പണിയാ കിട്ടിയേക്കണേ. എടാ അബി, അത്യാവശ്യ 50 രൂപ തരാം. എന്താടാ, ഒരു അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. ശരി, ഞാനൊരു 100 രൂപ തരാം. നീ ഇതിൽ എത്ര 0 കൂട്ടിയാലും ഞാൻ ഒപ്പിടില്ല. ഇനിയും ഒരു 0 എനിക്കാവില്ല. ഏതോ ഒരു മഹാൻ പറഞ്ഞതുപോലെ ലൈഫ് ഇസ് എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം. ജീവിതം എന്ന ഒന്നിനോടൊപ്പം നാം എഴുതി ചേർക്കുന്ന 0കളാണ് നമ്മുടെ പ്രവൃത്തികൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ് നാം നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു 0. എൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണം മാത്രം.